ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ഞാൻ ഒന്ന് പറയാൻ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷൻ സ്പീക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നമ്മുടെ അച്ചീവ്മെൻ്റൊക്കെ മാക്സിമം ഓതേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഓൺലി സ്വന്തം സ്കില്ലിൽ തന്നെ അച്ചീവ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. ഇതെൻ്റെ ബ്രോൻ്റെ ഡോക്ടറാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദറിൻ്റെ മോളാണ്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ഇൻസ്റ്റാഗ്രാം. അപ്പം ഞാൻ പറയാൻ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല അടിപൊളി മോട്ടിവേഷൻ സ്പീക്കാണ്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഓതേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് സ്വന്തം സ്കില്ലിൽ ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. അതിന് നമ്മളുടെ സ്കില്ല് എന്താ ഓരോ ഡേയും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, അത് കാര്യമാക്കാതിരിക്കുക. പിന്നെ എനിക്ക് ഏറ്റവും ഇൻസ്പിറേഷൻ കൂടുതലായിട്ടുള്ള പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ തന്നെ സ്പോർട്സ് പ്ലെയേഴ്സാണ്. അത് ഔട്ട് ഓഫ് കൺട്രി ഉണ്ട്, ഇന്ത്യയിലും ഉണ്ട്. ഔട്ട് ഓഫ് കൺട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺസ് എന്ന് പറയുന്നത് റൊണാൾഡോ. അങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് ലെജൻഡ് ടീമുകളുണ്ട്. പിന്നെ ഇന്ത്യയിൽ നമുക്ക് വിരാട് കോഹ്ലി, അങ്ങനെയുള്ള അടിപൊളി സ്പോർട്സ് പ്ലെയേഴ്സ്. ഇതെൻ്റെ ബ്രദറിൻ്റെ പറ ആരാണെന്ന് പറ. ബ്രദറിന്റെ പറ മോള. അത് പിന്നെ ഇംഗ്ലീഷിൽ പറ. ഇഷാനി. അത് നിന്റെ പേര് ബ്രദർ. ഡോട്ടർ.